അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജെറിയുടെ കഥയിലേക്ക് പോവുകയാണ്. മുൻ പരിശീലകനൊപ്പം കഴിഞ്ഞ 2.5 വർഷമായി വിശ്രമ ജീവിതത്തിലായിരുന്നു ജെറി എന്ന പോലീസ് നായ. പക്ഷേ ജെറി ഇപ്പോൾ വിടവാങ്ങിയിരിക്കുകയാണ്. അർബുദത്തെ തുടർന്നായിരുന്നു ജെറിയുടെ അന്ത്യം. ഇന്ത്യയിൽ ആദ്യമായി ഒരു കോടതിയുടെ പ്രശംസ പിടിച്ചുപറ്റിയ പോലീസ് നായയാണ് ജെറി. ജെറിക്ക് വിഷ്ണുവും വിഷ്ണുവിന് ജെറിയുമായിരുന്നു ജീവൻ. 2015 ട്രാക്കർ ഡോഗായി വെങ്ങാറമൂട് ഡോഗ് സ്ക്വാഡിലായിരുന്നു ജെറിയുടെ തുടക്കം. അന്നു മുതലേ വിഷ്ണു ശങ്കറിനൊപ്പമായിരുന്നു ജെറി. 2.5 വർഷം മുൻപ് വിരമിച്ച ജെറിയെ പിരിയാൻ വിഷ്ണുവിന് സാധിച്ചില്ല. തുടർന്ന് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങി ഒപ്പം കൂട്ടി. ജെറി എനിക്ക് എൻ്റെ സ്വന്തം മോളെ പോലെ മോളായിരുന്നു. ഇത്രയും വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1 കൊല്ലം മുമ്പ് ഒരു ക്യാൻസർ ഒരു മുഴ ഡിറ്റക്റ്റായി. എന്നിട്ടും എന്തൊക്കെ പ്രതിസന്ധി വന്നിട്ട് എൻ്റെ കൂടെ അവൾ ഇത്രയും കാലം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആകസ്മികമായിരുന്നു. ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നലെ രാവിലെ വയ്യാതായി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മരണപ്പെട്ടു. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഡോഗിനെ ഒരു ഹാൻഡ്ലർക്ക് കിട്ടുക എന്നുള്ളത് ദൈവികമായിട്ടുള്ളൊരു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊലപാതക കേസിലെ പ്രതിയെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചതിന് കോടതിയുടെ പ്രശംസ നേടിയിരുന്നു. 30 ഗുഡ് സർവീസ് എൻട്രികളും DGPയുടെ 3 എക്സലൻസ് പുരസ്കാരവും നേടിയിട്ടുണ്ട്. കടയ്ക്കാവൂർ ശാരദ വധക്കേസിലും പാലോട് കൃഷ്ണനാശാരി വധക്കേസിലും വർക്കലയിൽ ശ്രീനാരായണ ഗുരു മന്ദിരം തകർത്ത കേസിലും കിളിമാനൂരിൽ കടകത്തിച്ച കേസിലും ജെറിയുടെ കണ്ടെത്തലുകൾ നിർണായകമായി. അർബുദത്തെ തുടർന്ന് കഴിഞ്ഞ 1.5 വർഷമായി കന്യാകുളങ്ങരയിലെ വിഷ്ണു ശങ്കറിന്റെ വീട്ടിൽ ജെറി ചികിത്സയിലായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം അന്ത്യം സംഭവിച്ചത്. ജിബിൻ GB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഈ ജെറിയെക്കുറിച്ചുള്ള വാർത്ത പത്ര കട്ടിങ്ങുകൾ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ജെറി മണത്താൽ പ്രതി അകത്ത് എന്നാണ്. അപ്പോൾ അത്രയ്ക്കും പ്രാഗൽഭ്യം തെളിയിച്ച ഒരു പോലീസ് നായയായിരുന്നു. അതിനെ പൊന്നുപോലെ നോക്കിയ വിഷ്ണുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ സമീപകാലത്തൊരു OTT സീരീസിൽ ഇതേപോലൊരു സ്നേഹത്തിൻ്റെ കഥയാണ്. പിന്നെ അത് വേറെ ത്രില്ലർ നിലയിലേക്ക് പോകും. അപ്പോൾ ജിബിൻ പറയും. ജിബിൻ, വിഷ്ണുവിൻ്റെ വാക്കുകളിലുണ്ട് വിഷ്ണുവും ജെറിയും തമ്മിലുള്ള ആ ബന്ധം. എനിക്ക് തോന്നുന്നു പോലീസിലെ ഇത്തരം ഈ ഡോഗിനെ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്താണ് പറയുന്നത്? ഈ ചില ബന്ധങ്ങളുടെ ആഴമെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. ആ ബന്ധം തന്നെയാണ് ഇവിടെ വിഷ്ണു ശങ്കർ എന്ന് പറയുന്ന ഈ പരിശീലകനും ജെറി എന്ന് പറയുന്ന ഈ നായയും തമ്മിലുണ്ടായിരുന്നത്. കാരണം 2015 ഒരു ട്രാക്കർ ഡോഗായി ഈ ലാബ്രഡോർ വിഭാഗത്തിൽപ്പെട്ട ജെറി എന്ന് പറയുന്ന നായ വെങ്ങാറമൂടേക്ക് എത്തുന്നത്. അന്ന് മുതൽ പരിശീലകനായി എത്തിയിരിക്കുന്നത് ഈ വിഷ്ണു ശങ്കർ തന്നെയാണ്. വിഷ്ണു ശങ്കറും മറ്റൊരു പരിശീലകരോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷ്ണുവിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു ഈ ജെറി എന്ന് പറയുന്ന നായ എന്ന് പറയുന്നതാണ് ശരി. കാരണം ഇത്രയും വർഷത്തെ സർവീസ് എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യം മാത്രമല്ല. കാരണം കോടതിയുടെ പോലും പ്രശംസ നേടിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് കൊലപാതക അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രശംസ നേടിയ ഒരു നായ കൂടിയാണ് ഈ ജെറി എന്ന് പറയുന്നത്. പാലോട് കൊലപാതകം, കടയ്ക്കാവൂർ കൊലപാതകം, അങ്ങനെ പല സന്ദർഭങ്ങളിലും പോലീസ് പോലും മുന്നോട്ടൊരു പടി എടുക്കാൻ സാധിക്കാതെ നിന്ന സമയത്ത് അവിടെയെല്ലാം തന്നെ ഈ അന്വേഷണത്തിന് ഏറ്റവും അധികം സപ്പോർട്ടായി നിന്നത് ഈ ജെറി എന്ന് പറയുന്ന നായയായിരുന്നു. ആ നായയാണ് ഇത്രയും വർഷത്തെ സർവീസിനൊടുവിൽ വിരമിക്കാൻ സമയമായപ്പോൾ, സാധാരണഗതിയിൽ ഒരു നായ സേനയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അതിനെ തൃശ്ശൂരിലേക്കാണ് കൊണ്ടുപോകുക. അതിൻ്റെ വിശ്രമ ജീവിതം എന്ന് പറയുന്നത് അവിടെ തന്നെയാണ്. പക്ഷേ ആ സമയത്തും അതിനെ ഇത്രയും വർഷം തന്നോടൊപ്പം ഉണ്ടായിരുന്ന നായയെ വേർപിരിയാൻ സാധിക്കാത്തതുകൊണ്ട് ഈ വിഷ്ണു പ്രത്യേകിച്ച് ഒരു ഓർഡർ വാങ്ങിയ ശേഷമാണ് തന്നോടൊപ്പം ഈ നായ ഇത്രയും കാലം കൂടെ കൂട്ടിയിരുന്നത്. ഏകദേശം 1.5 വർഷത്തോളമായി ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇതിന് അർബുദബാധ വരുന്നത്. പിന്നീട് പ്രത്യേക കെയർ ആവശ്യമുള്ള സമയമാണ്. അപ്പോഴും ഇയാൾ ജോലിയോടൊപ്പം തന്നെ ഈ നായ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനെ കൂടെ കൂട്ടിയിരുന്നു. വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെ കൂടെ കൂട്ടിയിരുന്നു. പക്ഷെ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അതിദാരുണമായ അന്ത്യം ഈ നായ്ക്ക് സംഭവിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു അന്ത്യത്തിൽ പോലും അതിനെ പെട്ടെന്ന്, ഒരു സാധാരണ നായക്ക് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങ് കുഴിയെടുക്കുക, മൂടുക, അതാണ് നടക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാതെ അതിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത ശേഷമാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ വേദനയിൽ നിന്ന് പൂർണ്ണമായി മാറാൻ സാധിച്ചില്ല. ഒരു കുടുംബത്തിലെ ഒരു അംഗം നഷ്ടമായ അതേ വേദന തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത്. വാക്കുകളിൽ പ്രകടമാണ്. എന്തായാലും അതുപോലെ ഒരു ഹാൻഡിലറെ കിട്ടുന്നത് ജെറിയുടെയും ഒരു ഭാഗ്യമായിരുന്നു ഇവൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ജെറിമാരുണ്ട്. ഇത് നമ്മൾ ഒരാളുടെ കഥ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ്.